കൊട്ടിയൂരിലെ ആചാരങ്ങൾ പാലിക്കപ്പെടണം. ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കണം. ആദി ശങ്കരാചാര്യരുടെ ആദ്യ 4 ശിഷ്യന്മാരിൽ ഒരാളായ ശ്രീ തോട്ടകാചാര്യരുടെ പരമ്പരയിൽപ്പെട്ട എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ പറഞ്ഞു. ദക്ഷയാഗഭൂമിയിൽ ആദ്യമായി മഹേശ്വര ദർശനത്തിനെത്തിയ ശങ്കരദാസൻ കൊട്ടിയൂരിൽ കണ്ണൂർ മീഡിയയോട് സംസാരിക്കുകയായിരുന്നു. കൊട്ടിയൂർ പറയുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്ന് ഐതിഹ്യമാണ്. വളരെ ഒരു പ്രസക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. അതല്ലാതെ ഞങ്ങൾ കുറേ ക്ഷേത്രങ്ങൾ കാണുന്നത് അതിന് വേറെ വേറെ വിധമായ വാസ്തുശില്പങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ തരത്തിൽ ഇതൊരു വിശേഷമായ ഒരു സാന്നിധ്യമുള്ള പിന്നെ വിശേഷമായ ഒരു വാസ്തുവുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ ഞാൻ ചാർമാനോട് അത് സംസാരിക്കുകയുണ്ടായി. ശിവൻ പറഞ്ഞാൽ പ്രകൃതി. അപ്പോൾ ഈ പ്രകൃതിയുടെ ഒരു സാന്നിധ്യത്തിലുള്ള ഒരു അമ്പലമാണിത്. പ്രകൃതി പറഞ്ഞാൽ ഞങ്ങൾ ദേവന് പറഞ്ഞിട്ട് പ്രകൃതിനെ ആരാധിക്കും. ഇപ്രാവശ്യം കുറേ ഭക്തന്മാർ കൂടുതലായിട്ട് വന്നു പറഞ്ഞിട്ട് അവർ പറഞ്ഞു. മുഖ്യമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിന് ഞങ്ങൾ വൃത്തിയായിട്ട് വെക്കാൻ ഞങ്ങൾ പഠിക്കണം. ഒന്ന് പിന്നെ അതിൻ്റെ ചുറ്റുള്ള പ്രകൃതിനെ ഞങ്ങൾ സംരക്ഷിക്കാൻ പഠിക്കണം. ദുരന്തം പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാർ കൂടുതൽ വരാൻ തുടങ്ങിയപ്പാട് ഞങ്ങൾ അമ്പലങ്ങളുടെ വൃത്തി നഷ്ടപ്പെടും. അതുപോലെ അവിടെയുള്ള പ്രാകൃതികമായ അതിൻ്റെ അതിൻ്റെ ഭംഗി എന്തുണ്ട് അത് നഷ്ടപ്പെടും. അത് നിലനിന്നിട്ട് ഞങ്ങളെ അമ്പലങ്ങൾ ഭക്തന്മാരെ ദർശനത്തിന് അത് നൽകിയാൽ അപ്പമാണ് ദേവന് സാക്ഷാത്തായിട്ട് അവിടെ നിൽക്കാൻ ഒരു സാന്നിധ്യം വെക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് വളരെ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നതാണ്. നല്ലൊരു പ്രാകൃതികമായ ഒരു സൗന്ദര്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ അവിടെ ഞങ്ങൾക്ക് പോയിട്ട് ശിവന സർവശക്തനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു മനസ്സിലൊരു നല്ലൊരു ഭാവനമാണ്, ഫീലിംഗ് ആണ്. അതുപോലെ വരുന്ന കൊല്ലങ്ങളിൽ കൂടി ഞാനിപ്പോൾ അവരോട് പറഞ്ഞു, വരുന്ന കൊല്ലം ഇനി കൂടി കുറേ തയ്യാറെടുപ്പ് വേണം. ഞാൻ ഇത്ര ഭക്തന്മാർ വരുമ്പോൾ ഇതിനെ ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വൃത്തിയാവട്ടെ ഈ പരിശ്രമമാവട്ടെ ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനി കൂടുതൽ തയ്യാറെടുപ്പ് വേണം. മുഖ്യമായിട്ട് വരുന്ന ഭക്തന്മാർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. അവരെ ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ സൂക്ഷിക്കാൻ പറ്റൂ. ചിലപ്പോൾ ഞങ്ങൾക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിന് വളരെ വിഷമം തോന്നുന്നുണ്ട്. അവർ അതിനെ മനസ്സിലാക്കുന്നില്ല. അവരെന്തോ ഒരു ഭാവന വെച്ചിട്ട് വരുന്നു. അതല്ല, ഞങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ചിട്ടകൾ അതിൻ്റെ എന്ത് കാര്യങ്ങളുണ്ട് അതിന് ഞങ്ങൾ സഹായിക്കണം. അതിനെ മനസ്സിലാക്കിയിട്ട് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടൂ. ഇല്ലെങ്കിൽ വെറുതെ പോയി വന്നാവും. ആ ദിശയിൽ അമ്പലം ഇനിയും ഭക്തന്മാർക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഭക്തന്മാർ കൂടി ആ മനസ്സോടെ വന്നിട്ട് സർവേശ്വരനെ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പോലെ സർവേശ്വരൻ അവർക്ക് മനസ്സും ശക്തിയും നൽകട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattanur.